തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞ് എനിക്ക് അഡ്രസ്സും തന്നു. ആ സഹോദരന്മാരുടെ കമ്പനി അഡ്രസ്സാണ്. ഞാൻ അവിടെ നിന്ന് യാത്രയായി. ഞാൻ അദ്ദേഹത്തോട്, ഈ ദേവദാസനോട് കാര്യം പറഞ്ഞു. 200 രൂപ കടം വാങ്ങിയിട്ടാണ് വന്നത്, അതെനിക്ക് തിരിച്ചയക്കണം, അതുകൊണ്ട് ആ പൈസ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുഖമാകട്ടെ, നമുക്ക് എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന്. ഞാൻ PD ജോൺസനും എഴുതി കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ വാക്കുകളനുസരിച്ച് ഞാൻ യാത്രയായി. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൻ്റെ ഉറപ്പേ ഉള്ളൂ, 200 രൂപ മടക്കി തരുമെന്ന്. ഞാൻ ഭിവാടിയിൽ വന്ന് ബസ്സിന് ഇറങ്ങി. സോണ എന്ന് പറയുന്ന സ്ഥലം വരെ യാത്ര ചെയ്ത് ഒരു ബസ്സിന് വരണം. അവിടെ നിന്ന് അടുത്ത ഒരു ബസ് രേവാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഡൽഹിയിൽ നിന്നും വരുന്നതാണ്, അതിന് കയറി വേണം ഈ ഭിവാടിയിൽ വന്നിറങ്ങേണ്ടത്. ദൈവകൃപയാൽ ഞാൻ ഈ ഭിവാടിയിൽ വന്നിറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ഒരു മരുഭൂമി, റോഡുകളൊക്കെ ഇങ്ങനെ 4 സൈഡിലോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ പോലും കാണാനില്ല, ഒരു കടകൾ പോലുമില്ല. ഞാൻ ഭിവാടി എന്ന് പറഞ്ഞ് ആ ജംഗ്ഷനിൽ അവരെന്നെ ഇറക്കി വിട്ടു. ഞാൻ എൻ്റെ കയ്യിലുള്ള പെട്ടിയും സാധനങ്ങളുമായിട്ട് അവിടെ നിന്നു. ഒരു ചെറിയ പാൻ കട അവിടെ പുല്ലുകൊണ്ടുണ്ടാക്കിയത് ആ സൈഡിലുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ എൻ്റെ പെട്ടി സാധനങ്ങളും വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അങ്ങേർക്ക് അറിയയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയും റോഡിൽ കൂടെ നടന്നു നോക്കി. ആരെയും, ഒരു മനുഷ്യനെ കാണാനില്ല. എവിടെ ചെന്ന് തപ്പും? എങ്ങനെയാണ് ഈ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്? ഫോണൊന്നുമില്ല. ആ സമയത്ത് അങ്ങനെ ഫോണുള്ള കാലമല്ല. ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാനിവിടെ വന്ന് ഇറങ്ങി, ആരെയും കാണുന്നുമില്ല. എന്താണ് ഇനി ചെയ്യേണ്ടത്?